അവർക്ക് അങ്ങനെ പറയാവോ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ അവരുടെ കൂടെ ഒരു പച്ച പതാക ഉണ്ട്, അതിൻ്റെ പേരും രൂപമൊക്കെ മാറ്റി എന്നിട്ടല്ലേ കൂടെ കൂട്ടിയത്. കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവകാശമുണ്ടോ? ഞങ്ങളോട് ആരോടും പേരോ പതാകയോ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂല. കൂട്ടായി രാഹുൽ ഗാന്ധി വന്നപ്പോൾ പതാക ഇല്ലാതെ പോകാം എന്ന് പറഞ്ഞു എന്നല്ലാതെ, ഒരു തീരുമാനം കൂട്ടായി എല്ലാവരും കൂടി എടുത്തു എന്നല്ലാതെ, അവരല്ലേ പറഞ്ഞത്. INL അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ. ലീഗിൽ പിളർപ്പുണ്ടായതിനു ശേഷം അങ്ങോട്ട് ചെന്നപ്പോൾ പേരും മാറ്റണം പതാകയും മാറ്റണം എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ഇത് പറയാനുള്ള അധികാരമുണ്ടോ? ധാർമ്മികമായ അവകാശമുണ്ടോ? പിന്നെ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ പതാകയുടെ കാര്യം നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഗൂഡല്ലൂർ ഉപയോഗിക്കുന്ന പതാക ഇപ്പുറത്തേക്ക് വന്ന് വയനാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം ഗൂഡല്ലൂരിൽ കോൺഗ്രസിൻ്റെ കൊടിയുടെ കൂടെ കെട്ടിയിരിക്കുകയല്ലേ CPM-ൻ്റെ കൊടി. ഇത്തരത്തിലുള്ളൊരു കാര്യം ഈ കേരളീയരായ നല്ല വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവൂലേ? അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, അവിടെ ഫോൺ ചെയ്യുന്ന ഒന്ന് ഫോണ് കേരളീയരായ നമുക്ക് ചിന്തിച്ചാൽ അറിയാലോ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ പതാകയുടെ കാര്യം പറയുമ്പോൾ വയനാടിൻ്റെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഉള്ള മുന്നണി അല്ലല്ലോ ഇപ്പുറത്ത്. അപ്പോൾ പതാക പറഞ്ഞു പോയാൽ അവസാനം പറഞ്ഞവർ കുടുങ്ങൂലേ? കോൺഗ്രസിൻ്റെ പതാക കൊടിമലല്ലേ CPM-ൻ്റെ കൊടി അതിർത്തി കടന്നാൽ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പതാക ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഒരു അറിയപ്പെടുന്ന നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് പതാകയൊന്നുമല്ല വിഷയം, രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ മോഡി പോലും ഭയപ്പെടാൻ തുടങ്ങി. മോഡി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് വരും, വലിയ പേടിയിലാണെന്നൊരു ഇൻ്റർവ്യൂവിൽ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, രാഹുൽ ഗാന്ധിയുടെ ഉത്തരേന്ത്യൻ നീക്കത്തെ കേരള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുന്ന ഒരു ലക്ഷണം ഉത്തരേന്ത്യയിൽ ഈ പറയുന്നതൊക്കെ കറക്റ്റാണെന്നുള്ളത് ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യ മുന്നണി വിജയത്തിലേക്കാണ് എന്നുള്ളത്. അല്ല, അതെ, അത് വേറെ വിഷയം. അത് പരസ്യമല്ലേ, പരസ്യം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പരസ്യം ഓരോ പത്രത്തിലും വരും, അത് പത്രത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല. പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത്? അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യം വേണ്ടേ? അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലല്ലോ. അപ്പോൾ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ? പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം, ബംഗാളിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം, ത്രിപുരയിലേക്ക് പോയാൽ ഒക്കെ മുന്നണിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയാണ് ഇന്ത്യയിൽ ഇടത് മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ? അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം.